സ്ത്രീയും പുരുഷനും ഒന്നിച്ച് സഫർ ചെയ്തിട്ട് ഒരു കുടുംബത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം, അല്ലെങ്കിൽ മനുഷ്യന്റെ ആവശ്യം. ഇത് ഒരു കാര്യം. ഈ കാര്യം നമ്മൾ വിസ്മരിക്കുന്ന തർക്കത്തിനിടയ്ക്ക് കുഞ്ഞുങ്ങളെ എങ്ങനെ വളരണം, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കണം, കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേരും വേണം. നിൽക്കേ, അതിന് ഇന്നത്തെ രൂപത്തിൽ തർക്കങ്ങൾ സഹായകരമാവില്ല. ഒന്ന്. രണ്ട്, നിങ്ങൾ പറഞ്ഞു രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് കുറ്റകരമോ പാപമോ അല്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞു വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. പീഡിപ്പിക്കുക എന്നത് വാക്ക് തന്നെ മനുഷ്യത്വ വിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്, സാമാന്യ മര്യാദയ്ക്ക് വിരുദ്ധമാണ്. ആ ഒരു വാക്ക്, ആ കൺസെപ്റ്റ്. കാരണം ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സൗഹൃദത്തിലായാൽ ആ സൗഹൃദത്തിലാകുന്നതിൻ്റെ പുറകിലുള്ള പ്രേരണാശക്തി ലൈംഗിക ചോദനയാണ്. ആ ലൈംഗിക ചോദന അവർ പ്രയോജനപ്പെടുത്തി ലൈംഗിക ബന്ധങ്ങൾ കുറ്റകരവും പാപവുമാണെന്ന് കോടതികൾ, സാമൂഹ്യ വിമർശകർ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ വളരെ മേച്ഛകരമാണ്. ഒരു സൈക്കോളജി മറുപടി വരട്ടെ. താങ്കൾ പറഞ്ഞ വളരെ വിശാലമായ ഒരു കോൺസെപ്റ്റാ. ഞാൻ അനുകൂലിക്കുന്നു. നമ്മൾക്ക് ഇപ്പം എല്ലാ നിയമവും തുല്യമെന്ന് പറയുമ്പോഴും സ്റ്റിൽ നമ്മളെല്ലാം കടന്നു വരുന്ന ആ ഫാമിലിയിലോട്ട് ഇപ്പോഴും പറഞ്ഞു വിടുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നീ വേണം അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കഴിഞ്ഞു പോകാനെന്നുള്ളത്. പുതിയ തലമുറ അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. പലയിടത്തും അവര് തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, ഇത് വൺ വേ ഒന്നും അല്ല, രണ്ടുപേർക്കുമാണെന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കോടതി പോകേണ്ട ആവശ്യവും വരുന്നില്ല. നമുക്ക് പല കേസുകളും ആവശ്യം വരുന്നില്ല. അതെ.